ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. കോമഡിയും റൊമാൻസും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഒക്കെ ആയിട്ടുള്ള ഒരു ചൈനീസ് ഡ്രാമ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എപ്പിസോഡ് സ്റ്റാർട്ടിംഗിൽ ഹീറോയിന്റെ വോയിസ് ഓവർ ആണ് കേൾക്കുന്നത്. ലോകത്തുള്ള മനുഷ്യന്മാർക്കെല്ലാം പറക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്ന് അവരെയും കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാരും ഉയരമുള്ള കെട്ടിടങ്ങൾ കെട്ടുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 10 കെട്ടിടങ്ങളാണുള്ളത്. അതിൽ 5 എണ്ണവും ചൈനയിലാണ്. വോയിസ് ഓവർ അവിടെ കട്ട് ചെയ്ത് ഒരാളെ കാണിക്കുന്നുണ്ട്. എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ കസേര കൊണ്ടുവന്ന് അതിന്റെ മണ്ടേ കയറി ഡോറിലെ ലെൻസിന്റെ ഇടയ്ക്കോടെ നോക്കിയാ പുറത്തൊരു ലേഡി വന്ന് നിപ്പുണ്ട്. അത് വേറെ ആരുമല്ല, ഇയാളുടെ വൈഫാ. ആ ഒരു ലേഡിനെ കണ്ടതും പേടിച്ചോണ്ട് ഓടുക. പുള്ളിക്കാരിയും ബാഗിന്റെ അകത്തുനിന്ന് ഒരു ചുറ്റിക്ക് എടുത്തോണ്ട് വന്നിട്ട് മര്യാദയ്ക്ക് ഈ ഡോർ തുറന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇതിപ്പോ പൊട്ടിക്കും. ഡോർ എങ്ങാനും തുറന്ന് ഞാൻ അകത്ത് കയറി കഴിഞ്ഞാൽ എന്തായാലും തലമണ്ട അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അടിച്ചു പൊട്ടിച്ചിട്ട് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു ലേഡീനെ വന്ന് തടയുന്നുണ്ട്. ഈ തടയുന്ന ആളാണ് നമ്മുടെ ഹീറോയിൻ ക്വിൻഷി. അകത്തൊളിച്ചിരിക്കുന്ന ആള് വേറെ ആരുമല്ല, ക്വിൻഷിയുടെ ചേട്ടനാണ്. ഈ ചുറ്റിക്കയും പിടിച്ചോണ്ട് നിൽക്കുന്നത് അവളുടെ ചേട്ടത്തിയമ്മയും. ക്വിൻഷിയും വാതില് തുറക്കാനായിട്ട് ചേട്ടന്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, എന്നാൽ പുള്ളി ഒട്ടും കേൾക്കുന്നില്ല. അവളുടെ കയ്യിലിരിക്കുന്ന കാർഡ് വെച്ച് ഓപ്പൺ ആക്കാൻ നോക്കിയാ അകത്തുനിന്ന് ഡോർ ഓപ്പൺ ആവാതെ പിടിച്ചു വെച്ചേക്കുക. ഇപ്പൊ തുറന്നില്ലെങ്കിൽ പോലീസിനെ വിളിക്കും. അല്ലേ വേണ്ട, തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരും ഡിവോഴ്സ് ഞാൻ തന്നെ ഏറ്റു നടത്തും. ഇതിൽ ഏതാ വേണ്ടെന്ന് ചോദിക്കുക. ഡീലിംഗ് എല്ലാം കേട്ട ഉടനെ ചേട്ടനാണെങ്കിലോ, ഞാൻ വാതിലൊക്കെ തുറക്കാം, പക്ഷെ ആ രാക്ഷസി ഇവിടുന്ന് പോയാൽ മാത്രമേ തുറക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഡോർ തുറക്കുന്നത് ചുറ്റിയും കൊണ്ട് അടി കിട്ടുമെന്ന് ചേട്ടന് നല്ല പേടി കാണും. ക്വിൻഷിയും ചേട്ടത്തിയമ്മേനെ എന്തൊക്കെയോ പറഞ്ഞു മനസ്സിലാക്കി അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. വൈഫ് അവിടുന്ന് പോയിന്ന് അറിഞ്ഞതും പതിയെ ഡോർ തുറന്ന് ക്വിൻഷിയെ അകത്തേക്ക് കയറ്റി. അവള് വന്നതും ചേട്ടനെ നോക്കാതെ അവിടെ ആരെയോ തപ്പാൻ തുടങ്ങി. അവളുടെ തപ്പല് കണ്ടിട്ട്, ഈ നിഷ്കളങ്കനായ എന്നെ നിങ്ങൾ എല്ലാരും കൂടെ സംശയിക്കുക, ഇവിടെ ആരും തന്നെ ഇല്ല. ദേ നോക്ക്, ഈ ബെഡ്ഷീറ്റിന്റെ അടി നോക്കിയില്ലല്ലോ, നീ നോക്ക്, ഇവിടെ എങ്ങും ആരും ഇല്ലാന്ന് പറയാ. ക്വിൻഷി ഉടനെ അവളുടെ ഫോൺ എടുത്ത് ഒരു കോള് ചെയ്തു. ആ ഫോൺ റിംഗ് ആവുന്നത് അവിടെയുള്ള ഒരു കബോർഡിൽ നിന്നാ. ചേട്ടൻ അതിസാഹസികമായിട്ട് കബോർഡിനുള്ളിലാണ് ആളെ ഒളിപ്പിച്ചിരുന്നത്. ക്വിൻഷി കണ്ടതും ചാറപ്പറ കുറച്ച് ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ചേട്ടൻ മാക്സിമം പറയാൻ നോക്കുന്നുണ്ട്, ഇതെന്റെ ഫ്രണ്ട് മാത്രമാ, ഞങ്ങൾ തമ്മിൽ വെറുതെ സംസാരിക്കാൻ വന്നതാ, അല്ലാതെ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ക്വിൻഷിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വെറുതെ അല്ല ഭാര്യ ചുറ്റികയായിട്ട് നിന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് തണുത്തപ്പോ ക്വിൻഷി രണ്ടുപേരെയും വിളിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. രണ്ടുപേരുടെ മുമ്പിലും ഡിവോഴ്സ് പേപ്പർ വെച്ചിട്ട് ഇത് ഒപ്പിടാൻ പറയാ. ചേട്ടനുടനെ ഇവളോട് പറ ആദ്യമേ ഒപ്പിടാൻ, ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചിരിക്കുക. ചേട്ടത്തിയമ്മ ഉടനെ അവനോട് പറ ഒപ്പിടാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും ഡിവോഴ്സ് വേണമെന്നൊന്നും ഇല്ല, അത് ക്വിൻഷിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ രണ്ടുപേരും സമാധാനത്തിൽ പോണം. ചേട്ടനിന് മേല ആരെയും വിളിച്ചോണ്ട് റൂമിൽ കയറ്റിയേക്കല്ല. പിന്നെ ചേട്ടത്തിയമ്മയും ടെറർ ഫേസ് ഒക്കെ കുറച്ച് മാറ്റണം. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലാവരും സമയം കളയത്തേ ഉള്ളൂ. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞതാണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി എന്തേലും ഒരു കാര്യം തീരുമാനം എടുത്തെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ക്വിൻഷൻ അവിടുന്ന് പോവാണ്. അപ്പൊ ഹീറോയിനെ പരിചയപ്പെട്ടില്ലേ, ഇനി ഹീറോനെ. ഹീറോ ഇവിടെ ജഡ്ജിന്റെ മുമ്പിൽ ഇരിക്കുന്ന കുറ്റവാളിയെ പോലെ അമ്മയുടെ മുമ്പിൽ ഇരിക്കുക. അമ്മ ഓരോ ഫോട്ടോസും നിരത്തി വെച്ചിട്ട്, ഈ പെണ്ണിനെ നീ എന്ത് കാരണത്താലാ റിജക്ട് ചെയ്തത്, ഇതിനെ നീ എന്തുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞത്, ഓരോ കാരണവും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയേക്ക. ഒരു ഫോട്ടോ കാണിച്ചാ അവള് 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാ വന്നത്. വന്നിട്ട് ഒരു സോറി പോലും ചോദിച്ചില്ല. ടൈം വേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ലൈഫ് തന്നെ വേസ്റ്റ് ആക്കുന്ന പോലല്ലേ, അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടപ്പെടാഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഒപ്പിക്കുക. ലാസ്റ്റ് ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചിട്ട്, ഈ പെണ്ണിനെ എന്താ റിജക്ട് ചെയ്തേന്ന് ചോദിച്ചാ ഹീറോ ഉടനെ, ആ പെണ്ണിനെ ഞാനല്ല, എന്നെ ആ പെണ്ണെ റിജക്ട് ചെയ്തേന്ന് പറയാം, അതിന്റെ കാരണം ഞാൻ തന്നെ പറയാന്ന് പറഞ്ഞ് അമ്മ പറയാൻ തുടങ്ങുക. ഈ പെണ്ണിനെ കാണാൻ പോയ സമയത്ത്, മിസ്റ്റർ യാങ് തനിക്ക് വീടുണ്ടോന്ന് ചോദിച്ചു. അതിന് ഹീറോ പറഞ്ഞ മറുപടി, പറവകളെ കണ്ടില്ലേ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷെ അവർക്കുള്ള ഫുഡ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ്. അത് കേട്ട ഉടനെ വഴി പോയി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ പെങ്കൊച്ച് റിജക്ട് ചെയ്തത്. ആക്ച്വലി ഹീറോ ഇപ്പോഴും സ്റ്റേ ചെയ്തേക്കുന്നത് അവന്റെ പേരൻസിന്റെ കൂടെയാ. പോരാത്തിന് ഒരു ജോലിക്കും പോത്തില്ല, പകരം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കും. എന്നാ പെണ്ണുങ്ങളൊക്കെ നോക്കുന്നത് നല്ല ജോബ് ഉണ്ടോ, വീടുണ്ടോ, കാറുണ്ടോ എന്നൊക്കെ അല്ലേ. അവന്റെ അമ്മയ്ക്കും വേണ്ടത് അത് തന്നെയാ, നല്ലൊരു ജോലിക്കൊക്കെ പോയി നല്ല കാറും ബംഗ്ലാവൊക്കെ പണിത് ഒരു ഫാമിലി മാൻ ആയിട്ട് മാറും. എന്നാൽ ഹീറോയ്ക്കാണെങ്കിലോ അതൊന്നും ഇൻട്രസ്റ്റേ ഇല്ല. അമ്മ ഡേറ്റ് ഒക്കെ റെഡിയാക്കി മടുത്തു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഇപ്രാവശ്യം അവസാനത്തെ വാണിംഗ്, ഇനിയും ഞാൻ കാണിക്കുന്ന പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരാളെ നീ സെലക്ട് ചെയ്തില്ല എങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ പുറത്താക്കും. ജോലിയും കോലും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നാ മതിയോ, ഞാൻ പറയുന്ന എന്തേലും നിന്റെ ചെവിക്കകത്ത് കയറുന്നുണ്ടോന്നൊക്കെ ചോദിച്ച് അമ്മ തുര പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ ഹീറോയോ താടിക്കും കൈ എടുത്ത് സ്റ്റാച്ചു പോലെ ഇരിക്കുന്നത്. എന്റെ ബലമായ സംശയം ശരിയാണെങ്കിൽ ചെവിക്കകത്ത് പഞ്ഞി വെച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതേപോലെ ഒരു റിയാക്ഷനും ഇല്ലാതെ ഇരിക്കുന്നത്. അമ്മ ഏകദേശം നിർത്താറായെന്ന് തോന്നിയപ്പോ, എന്റെ പൊന്നമ്മേ, ഓരോരുത്തരൊക്കെ കല്യാണം കഴിച്ചിട്ട് എന്തുമാത്രം കഷ്ടപ്പാടില്ല ജീവിക്കുന്നത്. അതുപോലെ ഈ ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മെനക്കേടാന്നേ. അയ്യോ ഇപ്പൊ തന്നെ 3 മണിയായിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് പോലും ആക്കാതെ ഹീറോയുടെ മുറിയിലേക്ക് ഓടി. ഹീറോയുടെ വർക്ക് പ്ലേസും ആ ഒരു റൂമും തന്നെയാ. ഹീറോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അമ്മയുടെ മോനും ബാക്കിയുള്ളവരെ പോലെ നല്ലൊരു ജോലിയും കമ്പനി നെയിം ഒക്കെ ആയിട്ട് വലിയൊരു ബിസിനസ് മാൻ ആവണമെന്നാണ് ആഗ്രഹം. ദേ ഞാൻ അവസാനമായിട്ട് പറയുക, ഈ പെണ്ണിനെയും കൂടെ നീ റിജക്ട് ചെയ്തിട്ട് വന്നാ ശരിക്കും ഞാൻ നിന്നെ വീട്ടിലേക്ക് കേട്ടില്ല എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്തിട്ടാണ്
അമ്മ അവിടുന്ന് പോകുന്നത്. എന്നാ അമ്മ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞിട്ട് പോകുന്നൊന്നും ഹീറോ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഹീറോ ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് വീണ്ടും ടെൻഷനായി. ശരിക്കും ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, നിന്നെ ശരിക്കും ഞാൻ വീട്ടിൽ കേട്ടില്ല എന്ന് പറയാം. ഉടനെ ഹീറോയും ഞാനെന്തിനാ ഈ വീഡിയോ ഇട്ട് പോന്നെ, ഞാൻ മാസം മാസം ഇങ്ങോട്ട് പൈസ തരുന്നില്ലേ എന്ന് ചോദിക്കുക. ഓഹോ, നീ കണക്ക് പറയാൻ തുടങ്ങിയില്ലേ, എങ്കിൽ പിന്നെ നീ കേസ് കൊണ്ടേ കൊടുക്ക, ഇനി മേലെ എന്നെ അമ്മയെന്ന് വിളിച്ചേക്കില്ലെന്ന് പറഞ്ഞ് അമ്മ കല്ല് തുള്ളി നിൽക്കുക. ഹീറോ ഉടനെ ശരി ആന്റി, ഇനി അമ്മയെന്ന് വിളിക്കില്ല കേട്ടോ ആന്റി എന്ന് പറയാ. ഇതോടെ കേട്ടപ്പോ അമ്മയുടെ കാല കിടക്കുന്ന ചെരുപ്പ് ഒരു ഹീറോനെ എറിഞ്ഞിട്ടാ പോകുന്നത്. ഹീറോയുടെ ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യവും ഒരു സാമട്ട. നിങ്ങൾക്ക് ഹീറോനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യണേ. അവിടെ സെയിം കട്ടാക്കി ക്വിൻഷിനെയാണ് കാണിക്കുന്നത്. അവളൊരു ഫേമസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോയർ ആണ്. അവിടുത്തെ തന്നെ സീനിയർ ആൻഡ് പെർഫെക്റ്റ് ലോയർ. അവളുടെ ടേബിളില് ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അതിൽ ഹീറോയും ക്വിൻഷിയും ആണുള്ളത്. അതിന്റെ സ്റ്റോറിയൊക്കെ പതിയെ വരുന്നുണ്ട്. ആ ടൈമിൽ ക്വിൻഷിനെ അവളുടെ കമ്പനിയുടെ ഓണർ വിളിക്കുന്നുണ്ട്. പുള്ളിക്കാരി ക്വിൻഷിക്ക് ഒരു സിസ്റ്ററിനെ പോലെയാ. ഇപ്പൊ തന്നെ വിളിച്ചിട്ട് പാർട്ടിക്ക് ഏത് ഡ്രസ്സാ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അവളോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. ക്വിൻഷി ഐസ് വെക്കുന്നത് പോലെ ബ്ലാക്ക് നല്ല എലഗന്റ് ആയിട്ടുണ്ട്, ബട്ട് വൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഏജ് കുറവായിട്ട് തോന്നുന്നെന്ന് പറയാം. അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് ബോസ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു റിലേറ്റീവ് അവിടെ ഇന്റേൺ ആയിട്ട് കയറിയിട്ടുണ്ട്. അവളുടെ പേര് വൂഫി. ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ അവിടേക്ക് അസിസ്റ്റന്റ് നിന്ന് കുറച്ച് പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ക്വിൻഷി ഉടനെ വൂഫിനെ കാണിച്ചു തരാനായിട്ട് അസിസ്റ്റന്റിനോട് പറയാ. വൂഫിയും പുറത്ത് നിൽപ്പുണ്ട്. അസിസ്റ്റന്റ് പോയ ഉടനെ ബോസിന്റെ അടുത്ത് പിന്നെ സംസാരിക്കാൻ തുടങ്ങി. അവളെ ഞാൻ കണ്ടു, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഞാൻ അവളുടെ കാര്യമെല്ലാം നോക്കിക്കോളാന്ന് പറയാം. എന്നിട്ട് ബോസ് ഫോൺ വെക്കുന്നതിന് മുമ്പേ ഒരു കാര്യോട് പറഞ്ഞു. ഈ പാർട്ടിക്ക് എന്തായാലും നീ വരണം, ഇതൊരു വലിയ ബിസിനസ് പാർട്ടി തന്നെയാ. നീ മാത്രമല്ല നിന്റെ ഹസ്ബൻഡിന്റെ അടുത്തും എന്തായാലും വരാൻ പറയണം. എനിക്കറിയാം 2 വർഷമായിട്ട് അയാൾ നിന്നെ കാണാൻ പോലും വന്നിട്ടില്ല. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി എന്തായാലും പാർട്ടിക്ക് കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാ വെക്കുന്നത്. കോള് കട്ടാക്കിയ ഉടനെ ക്വിൻഷി ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുക. ആദ്യമായിട്ട് ഈ കമ്പനിയിൽ ജോബിന് വേണ്ടി വന്ന സമയത്ത് അവളുടെ അമ്മേനെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ആ ടൈമിൽ ഇന്റർവ്യൂ ചെയ്തതും ഈ ഒരു ബോസ് ആയിരുന്നു. ഇന്റർവ്യൂലൊക്കെ പാസ്സായി ബോസ് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. നീ മാരീഡ് അല്ലേ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക. എന്നാ ഈ ഒരു കാര്യം കേട്ടതും ക്വിൻഷി എന്താ പറയേണ്ടെന്നറിയാതെ നിൽക്കുക. അവളെന്തേലും പറഞ്ഞു കൊളാക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ചാടിക്കേറി ഹസ്ബൻഡ് ബിസിനസ് ട്രിപ്പിന് വേണ്ടി പോയേക്കാന്ന് പറഞ്ഞ് മാനേജ് ചെയ്തു. അത്രയും സെയിം മാത്രം ക്വിൻഷി ഇപ്പൊ അവിടെ ഇരുന്ന് ഓർക്കുന്നുണ്ട്. ഇന്ന് നൈറ്റ് പാർട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുക. ആക്ച്വലി ഇന്ന് നടക്കുന്നത് ബോസിന്റെ ഒക്കെ ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. ഒരു വലിയ ഹോട്ടലിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുക. അവിടേക്ക് ക്വിൻഷി നല്ല ഗ്ലാമർ ആയിട്ട് വരുന്നുണ്ട്. ക്വിൻഷി വന്നതും ബോസ് വിളിച്ചോണ്ട് വന്ന് ഞാനൊരു ലേഡിനെ കാണിച്ചു തരാം, അവരെ എങ്ങനെയാലും കുപ്പിയിലാക്കണം. ആ ലേഡിയുടെ പേര് ലാൻ എന്നാണ്. അവരൊരു ബിസിനസ് മാഗ്നറ്റ് തന്നെയാണ്. പുള്ളിക്കാരിനെ എങ്ങനെയാലും നമ്മുടെ ക്ലയന്റ് ആക്കണം. അതിനെ സംസാരിച്ച് വീഴ്ത്താൻ നീ ആ മിടിക്ക്. എന്തായാലും പുള്ളിക്കാരിയായിട്ട് ഡീലിംഗ് ഉറപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ക്വിൻഷിനെ കൊണ്ട് ലാനിനെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുക. ലാനിനെ കണ്ടതും ക്വിൻഷി പണി തുടങ്ങി. വാവ്, നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയാ, സ്കിന്നും ബോഡിയൊക്കെ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടെ പറഞ്ഞു തരും എന്നൊക്കെ ചോദിക്കുക. ആ ലേഡി ഉടനെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല, കാരണവന്മാരായിട്ട് സൗന്ദര്യം കോലം ഉള്ളതുകൊണ്ട് ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ള രീതിയിൽ വീമ്പിളക്കിക്കൊണ്ടിരിക്കുക. ക്വിൻഷിയും അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന അതേ ടൈമിലാണ് ഹീറോ എവിടേക്ക് വരുന്നത്. ഹീറോ അവന്റെ ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി വന്നതാ. എന്നാൽ ഹീറോ കയറി വന്നതും നേരെ വന്ന് പിടുന്നത് ബോസിന്റെ മുമ്പിലാ. ബോസിന് ഹീറോനെ കണ്ടതേ മനസ്സിലായി. അയ്യോ, ഞങ്ങൾ ആരും ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, സർപ്രൈസ് ആയിട്ടായിരിക്കുമല്ലേ വന്നത്, ഞാൻ ഇപ്പൊ തന്നെ ക്വിൻഷിന്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞ് ബോസ് ഹീറോനെ പിടിച്ചു വലിച്ചോണ്ട് വരിക. എന്നിട്ടൊരു സ്ഥലത്ത് നിർത്തി ഞാൻ ഇപ്പൊ ക്വിൻഷിനെ കൊണ്ട് വരാന്ന് പറഞ്ഞ് അവളെ വിളിക്കാനായിട്ട് വന്നിരിക്കുക. ക്വിൻഷി നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നാലോ. ഇതവക്ക് ശരിക്കും സർപ്രൈസ് ആയിരുന്നു. ഹീറോനെ കണ്ട് ഷോക്ക് ആയിന്ന് തന്നെ പറയാം. എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് അത്രയും പേര് മുമ്പിൽ നിന്ന് ഹീറോനെ കിസ് ചെയ്തു. അത് കണ്ടോണ്ടിരിക്കുന്ന ബോസും അയ്യോ ഇവിടെ ആൾക്കാരുണ്ട്, നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് 2 വർഷമായി കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു റൂമിലേക്ക് വിട്ടു. സാധാരണഗതിയിൽ ഹീറോ ഷോക്ക് ആവേണ്ടതാണ്. എന്നാൽ ഇവിടെ ഷോക്കൊന്നും ആയില്ല. കാമൻ ക്വയറ്റ് ആയിട്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെന്നുള്ള എക്സ്പ്ലനേഷൻ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സംഭവം എന്താന്ന് ക്വിൻഷിയോട് ഹീറോ ചോദിക്കാൻ തുടങ്ങി. ക്വിൻഷിയും മടിച്ച് ആദ്യം ആ ലിപ്സ്റ്റിക് ഒന്നും തുടയ്ക്കുമെന്ന് ചോദിക്കുക. പാവ ഹീറോയുടെ ചുണ്ടി ഡ്രാക്കുള കടിച്ച പോലെ. ആക്ച്വലി സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇവളിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഈ കമ്പനിയിൽ മാരേജ് കഴിഞ്ഞവർക്ക് മാത്രമായിരുന്നു ജോലി കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവളുടെ അമ്മ ഇവക്ക് മാരേജ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഒരു ടൈമിൽ ഇവക്ക് ജോലി അത്യാവശ്യമായതുകൊണ്ട് തന്നെ അവളും അത് സമ്മതിക്കുകയും ചെയ്തു. മാരേജ് കഴിഞ്ഞു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു എവിഡൻസ് വേണമല്ലോ. അതുകൊണ്ട് ഇന്റർനെറ്റിൽ കയറി റാൻഡമായിട്ട് ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെയാണ് ഹീറോ ഇതിൽ പെടുന്നത്. കഥയെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്റെ പെർമിഷൻ ഇല്ലാതെ ഇത്രയും വലിയൊരു കാര്യത്തിന് എന്റെ ഫോട്ടോ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് നിങ്ങൾ നഷ്ടപരിഹാരം തരേണ്ടി വരും. അതിനൊക്കെ മുമ്പായിട്ട് എനിക്ക് ആദ്യം നിങ്ങൾ ഡിവോഴ്സ് തരണം. ഹീറോ ഡിവോഴ്സ് തരണം എന്ന് പറയുന്ന ആ ഒരൊറ്റ സീക്വൻസ് മാത്രം ക്വിൻഷി റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാരും എന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് മാറണമെങ്കിൽ ആദ്യമേ നിങ്ങൾ എനിക്ക് ഡിവോഴ്സ് തരണം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാന്ന് പറയാ. അവിടെ സീൻ കട്ടാക്കി ബോസ് ഇവിടെ ക്ലയന്റിനെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോ ക്ലയന്റ് വേറെ ഒരു ലേഡിനെ പരിചയപ്പെടുത്തുക. ഇതാ ക്ലയന്റിന്റെ കസിൻ ആണ്. നല്ല അഹങ്കാരവും തീരെ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു ക്യാരക്ടർ. ബോസ്
അങ്ങോട്ടും വേണ്ടിയിട്ടും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതൊക്കെ കണ്ടപ്പോ തന്നെ ബോസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആരെ ഇവളെന്ന് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ഫുൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തു. അവളും ഒരു ലോയർ ആണ്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ലോയർ തന്നെ. ഇപ്പൊ ബോസ് ഒക്കെ എന്തിനു വേണ്ടിയാണോ ക്ലയന്റിനെ ഇംപ്രസ് ചെയ്ത് അവരുടെ കമ്പനിയിലേക്ക് ആക്കാൻ നോക്കുന്നത്, അതേപോലെ തന്നെയാണ് കസിനും അവളുടെ കൂട്ടത്തിലാക്കാനായിട്ടാണ് നോക്കുന്നത്. ചുരുക്കി പറഞ്ഞ ബോസിന്റെ ഒക്കെ എതിരാളി. ബോസിനാണെങ്കിൽ ഈ കാര്യമൊക്കെ ഓർക്കുമ്പോ കൂടുതൽ ദേഷ്യമാവുന്നുണ്ട്. ഹസ്ബൻഡ് വന്നിട്ട് കൂൾ ഡൗൺ ബേബി, ഇറ്റ്സ് ഓക്കെ, ഇതെല്ലാം തരണം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റും, ഇതിനെല്ലാം ഉള്ള പവർ നിനക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെ ബോസിന് ഇപ്പൊ ഒരു വാശി പോലെയാണ്. ആ ഒരു ക്ലയന്റിനെ നമുക്ക് എന്തായാലും പിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ബോസിന്റെ ദേഷ്യമൊക്കെ കുറയ്ക്കാനായിട്ട് ഹസ്ബൻഡ് ഹഗ് ചെയ്ത് കൂളാക്കുന്നുണ്ട്. ഓ ഹൗ സ്വീറ്റ് അല്ലേ. അവിടെ സീൻ കട്ടാക്കി ക്വിൻഷനും ഹീറോയും ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുക. ഹീറോ പറഞ്ഞല്ലോ ഈ ഒരു പ്രശ്നമൊക്കെ ആദ്യമേ ക്ലിയർ ആക്കാനായിട്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന്. അതായത് ഇവരെ അറിയാവുന്ന എല്ലാവരുടെ അടുത്തും ഇവര് തമ്മിൽ ഡിവോഴ്സ് ആയെന്നും തമ്മിലിനി ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. ക്വിൻഷി അതിന് 3 മാസം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ വെറും 3 ദിവസമേ കൊടുക്കുന്നുള്ളൂ. ആൾക്കാരെ ചെവി പോയി പറയാനായിട്ട് 3 മാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ എന്തോ ഒരു ഭാഗ്യക്കേട് കൊണ്ടാ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയത്. അത് ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്തതും പോരാ, 3 മാസമൊക്കെ എന്തിനാ? 3 ദിവസം കൊണ്ട് ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആക്കുമെന്ന് എനിക്ക് എഗ്രിമെന്റിൽ എഴുതി തരാൻ പറയാ. ക്വിൻഷി ഉടനെ ഇതിനൊക്കെ എന്തിനാ എഗ്രിമെന്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങാനും 3 ദിവസത്തിനുള്ളിൽ ഇത് ക്ലിയർ ആയില്ലെങ്കിൽ എന്തായാലും പെനാൽറ്റി തരേണ്ടി വരുമെന്ന് പറഞ്ഞ് ഹീറോ ഒരു എഗ്രിമെന്റ് തന്നെ റെഡിയാക്കി കൊടുത്തു. എഗ്രിമെന്റ് മൊത്തം വായിച്ചു നോക്കിയിട്ട് ക്വിൻഷി ഇതിന്റെ എക്സ്ട്രാ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ 3 ദിവസത്തിനുള്ളിൽ ക്വിൻഷിയുടെ ഭർത്താവല്ല എന്നുള്ള രീതിയിൽ ഹീറോ ബിഹേവ് ചെയ്ത ക്വിൻഷിയുടെ 1 മാസത്തെ ശമ്പളത്തിന്റെ 3 ഇരട്ടി ഹീറോ അവക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഹീറോയും ഓക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പുതിയൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി ഹീറോ നേരെ ഹീറോയുടെ പാട് നോക്കി പോവാ. ക്വിൻഷി ഉടനെ പുറകെ ഓടി അയ്യോ ഇവിടെ എന്റെ കമ്പനിയിലുള്ളവരെല്ലാം ഉണ്ട്, ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വേണം ആക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയുടെ കൈയും പിടിച്ച് ഞാൻ വരാൻ ലേറ്റ് ആകും, നിങ്ങളെ വീട്ടിൽ പൊക്കോ കേട്ടോ എന്നൊക്കെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു വിടുക. അത് കേട്ട പാതി ഹീറോ വീട്ടിലോട്ടും പോയി. ക്വിൻഷി ആ പാട്ട് നടക്കുന്നിടത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോ കറക്റ്റ് അവളുടെ അമ്മേനെ കാണുന്നുണ്ട്. അമ്മേനെ കണ്ടതും ഇതെല്ലാം ഒപ്പിച്ചത് പുള്ളിക്കാരിയാണല്ലോ. നോക്കി ദഹിപ്പിക്കുന്ന രീതിയിലാ അവള് നോക്കി നിൽക്കുന്നത്. എന്നാൽ ഇവളെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അമ്മ അവിടുന്ന് പോകുന്നുണ്ട്. ഇവർ രണ്ടും സെപ്പറേറ്റ് പരിചയമില്ലാത്തവരെ പോലെയാ താമസിക്കുന്നത്. അമ്മ ഇവൾക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പോവാണ്, എന്റെ റെസ്പോൺസിബിലിറ്റികളെല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇനി എനിക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവാണ് എന്നെല്ലാം കുറെ ഡയലോഗുകൾ പറഞ്ഞ് അവളുടെ അടുത്തു നിന്ന് പോയതാണ്. ഇപ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്തവരെ പോലെയാണ് നിൽക്കുന്നത്. ഇവിടെ പണിയിട്ടേക്കുന്ന മുഴുവനും വീട്ടിലേക്ക് വന്ന ഹീറോയ്ക്കാ. ഹീറോ ആ ഡേറ്റ് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ സാധനങ്ങളൊക്കെ പുറത്തു വെച്ച് വീടും പൂട്ടിയിട്ടു. ഹീറോ തുറക്കുന്ന മാക്സിമം പറയുന്നുണ്ട്. എന്നാ അമ്മ കേൾക്കുന്ന ഭാവിയില്ല. രക്ഷിക്കാനായിട്ട് അച്ഛൻ പമ്മി വന്നാ നിങ്ങൾക്കും പുറത്തു പോകണമെങ്കിൽ പോയി കഥക് തുറന്നോന്ന് പറയാ. അത് കേട്ടപാടെ അച്ഛനും പമ്മി. അച്ഛൻ എന്നിട്ട് പതിയെ ഫോൺ എടുത്ത് പുറത്തൊരു കബോർഡിന്റെ അകത്ത് കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട്, നീ ഓപ്പോസിറ്റുള്ള ലോഡ്ജിൽ പോയി താമസിക്കുക തൽക്കാലം, നാളെ ഇവള് തണുത്ത് കഴിയുമ്പോ തന്നെ ഡോർ തുറന്നോളൂ എന്ന് പറയാ. ഇങ്ങനെ ഒരു അച്ഛനുള്ളോണ്ട് രക്ഷപ്പെട്ടു. ഹീറോയും ക്യാഷും മൊത്തം ഒന്നും എടുക്കാതെ അവൻ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അടുത്ത പരിപാടിയൊക്കെ ആലോചിച്ച് നിൽക്കുക. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും കമന്റ് പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.